വോട്ടംഗം. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. കനത്ത ചൂടിനെ അവഗണിച്ചും രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വൻ തിരക്കായിരുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, കേരളം വിധി എഴുതിയിരിക്കുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ കേരളം എങ്ങനെ വിധി എഴുതി എന്ന് വേണം കാണാൻ. ഫിജി, പോളിംഗ് പൂർത്തിയായെങ്കിലും ഒരു വ്യക്തമായ അവസാന കണക്ക് അല്ലെങ്കിൽ എത്ര ശതമാനം പോളിംഗ് നടന്നു എന്നുള്ളൊരു കണക്ക് കിട്ടാൻ ഇനിയും സമയമെടുക്കും. കാരണം എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും കണക്ക് ഒന്നുകൂടി എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു കണക്ക് ഒരു രാത്രിയോടുകൂടി തന്നെ പുറത്തുവിടുക. എന്തായാലും പ്രതീക്ഷിച്ച തരത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം 74% വരെ ഉയർന്ന മണ്ഡലങ്ങളുണ്ടായിരുന്നു. ചില മണ്ഡലങ്ങൾ 78 വരെ പോയിരുന്നു, 80-നടുത്ത് വരെ വന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണയും അത്തരത്തിൽ പോളിംഗിൽ ഒരു അവസാന ഘട്ടത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ. അങ്ങനെയായിരുന്നു രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനവും പ്രചരണ പരിപാടികളും. പോളിംഗിലേക്ക് വരികയാണെങ്കിൽ തെക്കൻ ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ മന്ദഗതിയായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വളരെ വേഗത്തിലായി. അതേപോലെ തന്നെയാണ് വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ തന്നെ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, വയനാട് എന്നീ ജില്ലകളിൽ, പാലക്കാട് എന്നീ 4 ജില്ലകളിലും കാര്യമായ രീതിയിലുള്ള വോട്ടിംഗ് പുരോഗതിയാണ് കാണാൻ കഴിഞ്ഞത്. ഉച്ചയോടുകൂടി തന്നെ ഏകദേശം 50% പിന്നിട്ട് 60-ന് അടുത്തേക്ക് ഇവിടെ എല്ലാം വരികയും ചെയ്തു. അല്ലെങ്കിൽ 2019-ലും ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു വോട്ടിങ്ങിൻ്റെ കാര്യത്തിലുണ്ടായത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു പോളിംഗിൻ്റെ വർധന പിന്നീട് ഉണ്ടായില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ കാര്യമായൊരു പുരോഗതി ഉണ്ടായില്ല. മറ്റു മണ്ഡലങ്ങളിലൊക്കെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു. ഈ ഒരു മണ്ഡലത്തിലായിരുന്നു ഒരു കുറവ് തോന്നുന്നത്. അത് ഒരു പക്ഷേ കണക്കുകൾ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് പോളിംഗ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണയും പത്തനംതിട്ട പോളിംഗിൻ്റെ കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മന്ദഗതിയായിരുന്നു. അവസാനവട്ട കണക്കുകൾ വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണരൂപം ലഭ്യമാവുകയുള്ളൂ. വടക്കൻ ജില്ലകളാണ് ഒരു പക്ഷേ പോളിംഗിൻ്റെ കാര്യത്തിൽ ഒരു വീറും വാശിയും ഒക്കെ കാണിച്ചുകൊണ്ട് എല്ലാവരെയും സമ്മതിദായകരെ മുഴുവനും ബൂത്തുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കം നടന്നതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കണക്കുകൾ അവസാനം വരുമ്പോഴേക്ക് മാത്രമേ ഇതിൻ്റെ ഒരു കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തിയ ശേഷം മാത്രമേ ഒരു സ്ഥാനാർത്ഥികളുടെ തന്നെ ഒരു വിശ്വാസം, ആര് ജയിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. എന്തായാലും 3 മുന്നണികളും നടത്തിയ ഇലക്ഷൻ പ്രചരണത്തിന് വ്യക്തമായ തരത്തിൽ സമ്മതിദായകർ മറുപടി നൽകിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പല സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന വർധന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ആണ് അത്തരത്തിലൊരു വർധന ഉണ്ടായിരിക്കുന്നത്. പൊന്നാനിയിലാണ് അല്പമെങ്കിലും മന്ദഗതിയിലൊരു പോളിംഗ് നടന്നത്. അതേസമയം ആലപ്പുഴയിലും ആറ്റിങ്ങലും കാസർഗോഡും കണ്ണൂരും വയനാടും പാലക്കാടും തൃശ്ശൂരുമൊക്കെ വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ കാര്യമായ വോട്ടിംഗ് പുരോഗതി കാണാനും കഴിഞ്ഞിരുന്നു. ഉച്ചയെന്നോ അല്ലെങ്കിൽ രാവിലെയെന്നോ ഒരു വ്യത്യാസമില്ലാതെ തന്നെ ശതമാനത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ കാണുവാനും കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും തീരദേശ മേഖലയിലായിരുന്നു വലിയ തോതിൽ പോളിംഗ് ഈ ജില്ലകളിലൊക്കെ നടന്നിരിക്കുന്നതും. അതേസമയം മലയോര ജില്ലയാണ് പത്തനംതിട്ട. ആ ജില്ലയിൽ കാര്യമായൊരു ഉണർവ് പോളിംഗിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. ഒരുപക്ഷേ ഇനി അവസാനവട്ട കണക്ക് വരുമ്പോഴേക്കുമായിരിക്കാം അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാവുക. കഴിഞ്ഞ പ്രാവശ്യവും അവിടെ കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു പ്രവാസികൾ കൂടുതലുള്ളൊരു ജില്ല കൂടി ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാനും അതിനെക്കുറിച്ചുള്ള വ്യക്തത പിന്നീട് വരുത്താനേ കഴിയുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ കാര്യമായ വർധന അല്ലെങ്കിൽ ശതമാന വർധന ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിന് തന്നെ മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ദിവസം സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടി എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം നീണ്ട ഒരു കാലപരിധി പലർക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടി. പ്രത്യേകിച്ച് ചില സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരൻ തുടങ്ങിയവർക്കൊക്കെ തന്നെ നേരത്തെ സ്ഥാനാർത്ഥികളാകും എന്നുള്ളൊരു ഇത് ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് തന്നെ വളരെ നേരത്തെ
നേരത്തെ തന്നെ അവർ മണ്ഡലങ്ങളിൽ സജീവമായിരിക്കുകയും അവർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ശ്രദ്ധേയമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞേ മതിയാവുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു ചേരിതിരിവ്, ഇന്ത്യ മുന്നണി എന്ന് ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് NDAക്കെതിരെ ശക്തമായ തരത്തിൽ മത്സരിക്കുവാൻ കേരളത്തിന് പുറത്ത് തയ്യാറെടുക്കുമ്പോഴാണ് കേരളത്തിനകത്ത് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ രണ്ട് കക്ഷികൾ മാറി നിന്നുകൊണ്ട് വേറിട്ട് നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതായത് CPM നയിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലായിരുന്നു കേരളത്തിൽ മത്സരം. അത്തരത്തിൽ ആ മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ആ മത്സരം വളരെ ശ്രദ്ധേയമായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികളുടെയൊക്കെ തന്നെ ദേശീയ നേതാക്കന്മാർ കേരളത്തിൽ വരികയും അവരെല്ലാം തന്നെ പ്രചരണ രംഗത്ത് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഒന്നിലധികം 5-6 പ്രാവശ്യമാണ് കേരളത്തിലെത്തി റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. പൊതുവേദികളിൽ പ്രസംഗിച്ച് മടങ്ങിയതുമൊക്കെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എത്തിയിരുന്നു, ഒപ്പം അമിത്ഷാ എത്തിയിരുന്നു, രാജ്നാഥ് സിംഗ് എത്തിയിരുന്നു. അങ്ങനെ തുടങ്ങി മന്ത്രിമാരുടെ ഒരു വലിയ നിര തന്നെ കേരളത്തിലേക്ക് വന്നിരുന്നു. ഈ CPMനാകട്ടെ CPMൻ്റെ ദേശീയ നേതാക്കൾ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങി തപൻ സിൻഹ തുടങ്ങി എല്ലാവരും കേരളത്തിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിനാകട്ടെ മല്ലികാർജ്ജുൻ ഖാർഗെ അവരുടെ താര പ്രചാരകൻ രാഹുൽ ഗാന്ധിയായിരുന്നു. രാഹുൽ ഗാന്ധി വളരെ കുറച്ച് പ്രാവശ്യമേ വന്നിരുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ നേതാക്കന്മാർ ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ വന്നുപോയി എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയെ പരമാവധി കേരളത്തിൽ എത്തിച്ചുകൊണ്ട് റോഡ് ഷോ ഉൾപ്പെടെ നടത്തി കോൺഗ്രസിലേക്ക് വരാനുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ ഉള്ള ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എടുത്തു പറയത്തക്ക ചില മത്സരങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം, ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലം, അതുപോലെ തന്നെ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, വടക്കോട്ട് പോകുമ്പോഴേക്കും വടകര, അതുപോലെ തന്നെ വയനാട്, ഇവിടെയൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ മത്സരങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാ മുന്നണികളും ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ V മുരളീധരനും NDA സ്ഥാനാർത്ഥികളായി എത്തി. അവരെ എതിരിടാനും എത്തിയവരും പ്രഗത്ഭന്മാർ തന്നെയായിരുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 2005 തിരുവനന്തപുരത്ത് നിന്നും പാർലമെൻറ്റിൽ എത്തിയ ആളാണ്. അതുപോലെ തന്നെ UDFൻ്റെ ശശി തരൂരായിരുന്നു. അത്തരത്തിലൊരു ശക്തമായ ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനിയെല്ലാം ഫലപ്രഖ്യാപനത്തിനെ ആശ്രയിച്ചിരിക്കും. തീരദേശ മേഖലയാണ് പലപ്പോഴും കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് കൈത്താങ്ങായിരുന്നത്. ഇത്തവണയും ആ പ്രതീക്ഷയാണ് കോൺഗ്രസ് വച്ചു പുലർത്തുന്നതും. അതേസമയം ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം മാറിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി V മുരളീധരൻ അവിടെ മത്സരത്തിന് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. V മുരളീധരൻ ഒപ്പം അവിടെ അടൂർ പ്രകാശ് ആയിരുന്നു UDF സ്ഥാനാർത്ഥിയായി എത്തിയത്. നേരത്തെ CPMൻ്റെ പക്കലുണ്ടായിരുന്ന സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കഴിഞ്ഞ 2019 ചുമതലപ്പെടുത്തിയ അടൂർ പ്രകാശ് വീണ്ടും അവിടെ മത്സരിക്കുന്നു. വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. LDFനാകട്ടെ അവരുടെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സരരംഗത്തേക്ക് എത്തിയത്. വി ജോയിയും അത്ര തള്ളിക്കളയാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിയല്ല. കാരണം വർക്കലയിൽ 2 പ്രാവശ്യം ജയിച്ച ആളാണ്. സാധാരണക്കാർക്ക് മുഴുവൻ അറിയാവുന്ന ആളാണ്. ആ മേഖലയ്ക്ക് മുഴുവൻ പരിചയസമ്പന്നനാണ്. അത്തരത്തിൽ ഈ 3 സ്ഥാനാർത്ഥികളും പ്രഗത്ഭന്മാരായിരുന്നു. കൊല്ലത്തേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രൻ വേറിട്ടൊരു ശബ്ദത്തിൻ്റെ ഉടമ, RSPക്ക് കിട്ടുന്ന ഒരേ ഒരു സീറ്റിൽ NK പ്രേമചന്ദ്രൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി ആകുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രൻ നേരത്തെ തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായി എത്തിയത് സിനിമാ നടനും ഒപ്പം കൊല്ലം MLAയുമായ മുകേഷ്. വൈകിയാണെങ്കിൽ പോലും കൃഷ്ണകുമാറും പ്രചരണ വേളകളിൽ കളം പിടിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം നമുക്ക് മാവേലിക്കരയിലേക്ക് പോവുകയാണെങ്കിൽ മാവേലിക്കരയിലെ മത്സരം 8 പ്രാവശ്യം പാർലമെൻറ്റിലെത്തിയ വിജയിച്ചെത്തിയ കൊടിക്കുന്നിൽ സുരേഷും അരുൺ കുമാർ എന്ന് പറയുന്ന പുതുമുഖവും തമ്മിൽ AIVF നേതാവാണ്. ഇവർ തങ്ങളിലായിരുന്നു മത്സരം ഉണ്ടായത്. അവിടെ ഇരു മുന്നണികളും പ്രത്യേകിച്ചും അതൊരു സംഭരണ മണ്ഡലം കൂടിയാണ്. അവിടെ ഇരു മുന്നണികളും കാര്യമായ തരത്തിലൊരു മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിലാണ് മറ്റൊരു ശ്രദ്ധേയമായ മത്സരം നടന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച മത്സരമായിരുന്നു. KC വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹത്തെ എതിരിടാൻ ഇടതുമുന്നണി ചുമതലപ്പെടുത്തിയത് അവിടുത്തെ സിറ്റിംഗ് MP ആരിഫിനെ തന്നെയാണ്. എന്നാൽ അവിടെയാണ് ഒരു അപ്രതീക്ഷിത സംഭവം എന്നോണം
ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ വരവ്, അതോടുകൂടി ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഇരു മുന്നണികൾക്കും BJP ഉയർത്തിയ ഭീഷണി ചെറുതല്ലായിരുന്നു. അത്തരത്തിൽ ഇരു മുന്നണികളും കാര്യമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കർഷകരുള്ള മേഖലയാണ്, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ള മേഖലയാണ്, ഏറ്റവും കൂടുതൽ പരാതികളുള്ള മേഖലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. എപ്പോഴും വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക പ്രശ്നങ്ങളും നെൽകർഷകരുടെ പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴായി നിയമസഭയിലും പാർലമെൻറ്റിലും എല്ലാം ഉയർന്നു വന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും ആ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കാര്യമായി ഊന്നി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നു. ഇനി തൊട്ട് അടുത്തേക്ക് വരും പത്തനംതിട്ടയെ വിട്ടുപോകാൻ നമുക്ക് കഴിയില്ല. പത്തനംതിട്ടയിൽ അവിടുത്തെ MP ആയിരുന്ന ആൻറ്റോ ആൻ്റണിയാണ് എത്തിയത്. ആൻറ്റോ ആൻ്റണിയും പ്രഗത്ഭൻ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ചു പോയ ഒരാളാണ്. കാരണം കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിലെത്തി മത്സരിച്ച് വിജയിച്ച ആളാണ്. അദ്ദേഹത്തെ എതിരാണ് എത്തിയത് മുൻ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിനൊപ്പം തന്നെ അവിടെയും അപ്രതീക്ഷിതമായിട്ടായിരുന്നു അനിൽ ആൻ്റണിയുടെ വരവ്. അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് കോട്ടയത്തെ കേരള കോൺഗ്രസുകൾ തങ്ങളിൽ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരള കോൺഗ്രസ് എമ്മും ഒപ്പം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തമ്മിൽ. ജോസഫ് ഗ്രൂപ്പ് ചോദിച്ചു വാങ്ങിച്ച സീറ്റാണ്. ഒരുപക്ഷേ കോൺഗ്രസ് അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന സമയത്ത് ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ച സീറ്റാണ്. ഫ്രാൻസിസ് ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ജോസഫ് ഗ്രൂപ്പ് എത്തിച്ച് ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ അവിടെയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഇടുക്കിയിലും നിരവധിയായ പ്രശ്നങ്ങൾ ഇടുക്കിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും ഇരു മുന്നണികളും ആ ചർച്ച വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടന്നതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂരാണ്. കണ്ണൂരിലെ മത്സരം KPCC അധ്യക്ഷനും ഒപ്പം തന്നെ MP ജയരാജനും തമ്മിലായിരുന്നു ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. രണ്ടുപേരും കണ്ണൂർകാരാണ്. അത്തരത്തിൽ അവിടുത്തെ ഒരു സവിശേഷ സാഹചര്യം കൃത്യമായി മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെയും അവർ മത്സരരംഗത്തേക്ക് എത്തിയത്. അങ്ങനെ അതുപോലെ തന്നെ മറ്റു ശ്രദ്ധേയമായ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തിയപ്പോഴുണ്ടായ ഒരു മാറ്റം, K മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൃശ്ശൂരിലുണ്ടായ മാറ്റം, അത്തരത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയപരമായ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ചൂരും ചൂടുമടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പിന് തിരശ്ശീല വീണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഫിജി. ഓക്കെ ബിനോയ്, വളരെ വിശദമായി തന്നെ ബിനോയ് കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു. ബിനോയ് പോകരുത്, നമുക്ക് മറ്റൊരു ചോദ്യത്തിനും കൂടി ഉത്തരം നൽകണം. കാരണം ഇന്ന് ഉയർന്നു വന്ന ചില രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് BJP CPM കൂട്ടുകെട്ട് സംബന്ധിച്ച്, EP ജയരാജന്റെ ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ തിരികെ എത്താം. നമുക്ക് അശ്വതിയിലേക്ക് പോകേണ്ടതുണ്ട്. കൊച്ചിയിലേക്ക്. അശ്വതി, വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നു. അവസാനവട്ട സ്ഥാനാർത്ഥികളുടെ പരിശ്രമങ്ങളൊക്കെ ഫലമായി എന്ന്